ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാഴ്ച മുന്നേ ഞാൻ ആദ്യം കണ്ട പടമായിരുന്നു ഇടിയൻ ചന്തു. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ശ്രീജിത്ത് വിജയൻ. ഞാൻ ലീഡ് റോൾ വന്നിട്ടുള്ളത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അങ്കിളല്ലേ അവനോട് പറഞ്ഞ സൈകെട്ടൻ കൊടുത്തോളാൻ. അവൻ ഇത്രക്ക് സൈകെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞ. ഞാൻ പടം കാണാൻ പോകുമ്പോഴത്തേനും എനിക്ക് വലിയ ഒരു എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പടത്തെ പറ്റി എന്ന് വെച്ചാല്. പക്ഷെ പടം തുടങ്ങിയപ്പം എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ പടം തന്നു. എന്താ വെച്ചാൽ ഇതിന്റെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന സമയത്തുള്ള ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറുക്കനെ വെച്ചിട്ടുള്ള ഒരു ആനിമേഷൻ സംഭവങ്ങളൊക്കെ അത് നല്ലതായിട്ട് തന്നെ നമുക്ക് നമ്മളെ പടത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കാനുള്ള ഒരു സാധനം അതിന് പറ്റിയിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റി പടത്തിന് പിന്നെ അങ്ങോട്ട് തരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ പടത്തിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്ടനായിട്ടുള്ള ഒരു പോലീസുകാരന്റെ മകൻ ആണ് ഇതിലെ നായകനായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ. പോലീസുകാരൻ ഒരു പോയിന്റിൽ അയാളുടെ കയ്യിലിരിപ്പ് കാരണം കൊല ചെയ്യപ്പെടുകയാണ്. ചെറുപ്പത്തിലെ ചെറിയൊരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു അസുഖവും മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പഠിച്ചു വളർന്ന ഒരു ചെറുപ്പകാലവും ക്യാരക്ടർ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ ഡെപ്ത് കാണിക്കാനായിട്ട് ഒരു ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ മരിച്ചു പോവുകയും പിന്നെ അച്ഛന്റെ ജോലി ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് പറയും. ഭാര്യ പറയും എനിക്ക് അയാളുടെ ജോലി വേണ്ട. ഭാര്യയിൽ തന്നെയാണ് എന്ന് പറയും. ആ ജോലി ഇവന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം ഇവന് കൊടുത്തേക്കാം. എനിക്കറിയത്തില്ല അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അല്ല അങ്ങനെ ഈ പോലീസുകാരുടെ വാക്കുകൊണ്ട് ഇവനിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം മകന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ മകൻ അപ്പം ചെറുതാണ്. ഇവൻ പ്ലസ് ടു കഴിഞ്ഞിട്ടില്ലല്ലോ. പ്ലസ് ടു പാസ്സായി കഴിയുമ്പോൾ ഇവന് ജോലി കൊടുത്തേക്കാന്ന് ഇങ്ങനെ പറയും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളതാണ് സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഇപ്പൊ ഭയങ്കര വഴക്കാളി ആയത് കാരണം ഇവന് ആ എറണാകുളം ജില്ലയിൽ ഒരു സ്കൂളിൽ നിന്ന് ഇവന് പഠിക്കാൻ പറ്റുന്ന എല്ലാ സ്കൂളിൽ നിന്നും ഭയങ്കര ബാഡ് സർട്ടിഫിക്കറ്റ് ഇവനെ പുറത്താക്കുകയൊക്കെ ചെയ്യും. ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് ഇവനെ പുറത്താക്കുവാണ്. അങ്ങനെ ഇവന്റെ അമ്മാവന്റെ വീട്ടിലോട്ട് ആങ്ങളുടെ വീട്ടിലോട്ട് ഇവനെ പഠിക്കാൻ അയക്കുകയാണ്. ഇനി ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഇവന് പഠിക്കാനേ പറ്റുകയെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അമ്മാവനായിട്ടുള്ള അഭിനയിക്കുന്ന നമ്മുടെ ബാലിച്ചേട്ടനാണ്, ഉപ്പുമുളകിലെ ബാലിച്ചേട്ടനല്ലേ, പുള്ളിയാണ് അമ്മാവനായിട്ട്. പിന്നെ അവിടെ വരികയും പിന്നെ അവിടെ വെച്ചുണ്ടാകുന്ന ഒരു ഇൻസിഡന്റും പിന്നെ അതിന്റെ ഒരു പ്രതിഫലനമൊക്കെയാണ് ശരിക്കും പടത്തിലുണ്ടാകുന്നത്. വെച്ചാൽ നമ്മുടെ IPS കാരിയില്ലേ, സീരിയലിലെ IPS കാരി ദീപ തോമസോ അങ്ങനെ എന്താ തോന്നുന്നു സീരിയലിലെ പേര്. ഇപ്പം പുള്ളിക്കാരി ഇപ്പം പഠിക്കുന്ന സ്കൂളിലെ ഒരു ടീച്ചറാണ്. അപ്പൊ പുള്ളിക്കാരി ഒരു പോയിന്റിൽ ഇവനെ ഇഷ്ടപ്പെടാതെ വരും. അപ്പം അതിന്റെ കാരണം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവനോട് ചോദിക്കും നീ കഞ്ചാവാണോ, നിന്റെ കൊക്കൈൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവനെ ഭയങ്കര ഹറാസ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. പുള്ളിക്കാരുടെ ഭർത്താവ് ഇങ്ങനെ ഒരു കൊക്കൈൻ അല്ലെ കഞ്ചാവൊക്കെ ആയിട്ട് ഇങ്ങനെ കഞ്ചാവ് വിൽപ്പനയായിട്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. ഒരു പോയിന്റിൽ പുള്ളിക്കാരുടെ സ്കൂളിൽ വന്നിട്ട് പുള്ളിക്കാരായിട്ട് ഇവൻ അലമ്പുണ്ടാക്കും. പുള്ളിക്കാരി അടിക്കും. അത് ഇവൻ കാണും. ഇവൻ വന്ന് അയാളെ അടിക്കും. എന്നിട്ട് അയാളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇവനെടുത്ത് കിണറ്റിലിടും. അവനെ ഇങ്ങനെ ഫയർഫോഴ്സിൽ പൊക്കി എടുക്കുമ്പോഴത്തേനും സ്കൂളിലുള്ള പിള്ളേരെല്ലാം ചിരിക്കും. അപ്പൊ അവൻ ഈ റോക്കറ്റിലെ റോളക്സിന്റെ അനിയൻ എന്തോ ആണ് ഇവൻ. അപ്പൊ ഇവൻ അത് ഭയങ്കരമായിട്ട് ഹെർട്ടാവും. പ്രതികാരം ചെയ്യുന്നതാണ് പടത്തിന്റെ ഒരു രത്നച്ചുരുക്കം. ഒരു ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേനും ഒരു വലിയൊരു രണഭൂമിയാണ് ശരിക്കും ക്ലൈമാക്സ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊരു മരണഭൂമിയായി പോയി. ലാലു അലക്സിന്റെ ക്യാരക്ടർ ഈ സിനിമയിലെ പ്രിൻസിപ്പാളായിട്ടാണ്. അപ്പം സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ടാണ്. അപ്പം പുള്ളിക്കാരൻ പഴയ ഗുണ്ടയാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഗുണ്ടായസം സഹിക്കാൻ മേലാഞ്ഞിട്ട് പുള്ളിക്കാരനെ അച്ഛനാക്കിയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇവന്മാര് ഇടിയൻ ചെന്നുകൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കോളേജിൽ വരുമ്പോഴത്തേനും പിള്ളേരെല്ലാം ഇറക്കി വിട്ടിട്ട് ലാലു അലക്സ് മാസ് ഡയലോഗൊക്കെ ഉണ്ട്. ഒരുത്തം പോലും ഇവിടുന്ന് നടന്നു പോലെ എല്ലാം മുട്ടുകാലെ അടഞ്ഞാൽ പോകാനുള്ളതുകൊണ്ട് ഗേറ്റൊക്കെ അടച്ചിട്ട് ഒരു ഇടിയും പരിപാടിയൊക്കെ ഉണ്ട്. അത് ഭയങ്കര നമുക്കൊരു എങ്ങനെയും കണ്ടിരിക്കാന്നല്ലാതെ എനിക്ക് വലിയൊരു സുഖവും തോന്നിയൊന്നുമില്ല. ഭയങ്കര ഒരു എല്ലാരെയും ഇറക്കിയുള്ള ഇടിയും കാര്യങ്ങളൊക്കെ അവിടം വരെയും പടം വലിയ സുഖമൊന്നും ഇല്ലാതെ വന്നിട്ട് ക്ലൈമാക്സും അത്ര വലിയ സുഖമൊന്നും ഇല്ലാതെ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ പീറ്റർ ഹെയ്നൊക്കെയാണ് പടത്തിൽ സ്റ്റണ്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ 2-3 ആക്ഷൻ രംഗങ്ങളിലോട്ട് വരുമ്പോഴത്തേനും പടം നന്നായിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ട്. അതല്ലാതെ ഉള്ള സീനുകളിൽ കുറെ ലാലു അലക്സ് വരുന്ന സീൻ, പിന്നെ ജോണി ആന്റണി വരുന്ന സീൻ, ഇവര് വരുന്ന ഓരോ സീനുകൾ നന്നായിട്ട് തന്നെ, പിന്നെ ബാലിച്ചേട്ടൻ വരുന്ന ആ ഒരു സീൻ, ഇവര് വരുന്ന ആ ഒരു സീൻ, ഇവര് ഫ്രെയിമിൽ വരുന്ന ആ ഓരോ ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ കോമഡി വർക്കൗട്ട് ആയി പോകുന്നതുകൊണ്ട് നമുക്ക് ഇടക്കിടക്ക് കണ്ടിരിക്കാനുള്ള മടുത്തി വരുമ്പോഴത്തേനും ഇവരുടെ കോമഡി വരുമ്പം പടം കണ്ടിരിക്കാനുള്ള ഒരു സംഭവം വരും. അല്ലാത്ത പക്ഷം ഇത്ര മാസ് അപ്പിയറൻസ് അങ്ങോട്ട് വർക്ക് ആവാത്തത് പോലെ തോന്നി. പടം ഇറങ്ങിയിട്ട് 2 ആഴ്ചയായി കേട്ടോ. ഞാനിപ്പം തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, അഭിപ്രായങ്ങൾ പറയുക. വേറൊന്നും പറയാനില്ല.